ലിംഗച്ഛേദശിഖാഹീന. കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്ത് പറഞ്ഞ ചേലാകർമ്മം ചെയ്യും, ലിംഗത്തിന്റെ അഗ്രഭാഗം കട്ട് ചെയ്യും. ശശികല ടീച്ചർ വന്നിട്ട് എന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞ് വിമർശിച്ചിട്ട് പിന്നെ മുസ്ലിങ്ങളെ പരിഹസിച്ചത് ഒരു വികലാംഗരാണെന്നാ. ലിംഗത്തിന്റെ അഗ്രഭാഗം കട്ട് ചെയ്ത വികലാംഗരാണ്. ടീച്ചർക്ക് എന്ത് മതം? ചാത്തപ്പൻ എന്ത് മത്സരയിച്ച ടീച്ചർക്ക് ഋഗ്വേദവും അറിയില്ല. ഞാൻ പറയുന്നത് ടീച്ചർ ഞങ്ങളോട് പറഞ്ഞ ഞാൻ ഒരു വേദവും പഠിച്ചിട്ടില്ല. പിന്നെ പഠിച്ചതാകെ തീവ്രവാദമാണ്. തമ്മ തല്ലിക്കോളിടാന്ന് പറയാൻ പറ്റിയ കുറച്ച് വാചകം. പെണ്ണ് അങ്ങനെ ആകാൻ പാടില്ല. ഞാൻ എല്ലാ സമയത്തും പറയുന്നതാണ്. പെണ്ണ് ശാന്തതയാണ്, പെണ്ണ് കുലീനത്വമാണ്, പെണ്ണ് മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകമാണ്. തമ്മ തല്ലിക്കുന്നതിന്റെ പ്രതീകമല്ല. അതായ അത് പെണ്ണല്ല. അതിനെ വളരെ ഗൗരവമായി പറയാൻ. ഒരു മുസ്ലിം ആകട്ടെ ഹിന്ദു ആവട്ടെ തീവ്രവാദം പറയാനല്ല, എവിടെയെങ്കിലും മനുഷ്യർ ഒന്നിച്ച് ജീവിച്ചോട്ടെ എന്ന് പറയാൻ. മതേതോ നിങ്ങൾക്ക് സ്വീകരിക്കാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യം. ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന, ഫണ്ടമെന്റൽ റൈറ്റ്സ് 25, 26, 27, 28 ഖണ്ഡിക. അതെന്താണോ അതിലുള്ള പറയാൻ 3 കാര്യം. ഇഷ്ടമുള്ള മതം കുഞ്ഞിക്കണ്ണന് സ്വീകരിക്കാം, ബാലചന്ദ്രന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. അത് മാത്രമല്ല, സ്വീകരിച്ച മതം അത് ഇച്ഛിക്കുന്ന പ്രകാരം ആചരിക്കാം. ദെൻ അടുത്തൊന്നുകൂടെ ഉണ്ട്. ആ ആചരിക്കുന്ന മതത്തെ പ്രീച്ചിങ് നടത്താം. എന്താ പ്രീച്ചിങ്? പ്രബോധനം. ഒരു ഹിന്ദു സഹോദരന് സനാതന ധർമ്മത്തിലേക്ക് ഒരു ക്രിസ്ത്യാനിയെ ക്ഷണിക്കാം, മുസ്ലിമിനെ ക്ഷണിക്കാം, ഇതര മതക്കാരനെ ക്ഷണിക്കാം, നിർബന്ധമില്ലാതെ. മതതാണ് പറയുന്നത്, ഇതാണ് നല്ലത്, നിനക്കത് സ്വീകരിക്കാൻ വേണമെങ്കിൽ എന്ന് പറയാം. അതിനൊരു പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളെ മാത്രമേ നിലക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഇവിടെ ഞങ്ങൾ മാത്രമേ നിലക്കാൻ പാടുള്ളൂ, വേറുള്ളവരൊക്കെ ഭാരതാംബയുടെ കണ്ണിലെ കരടാണ് എന്ന് പറയല് വിവരക്കേടാണ്. അത് ഹിന്ദുമതം അംഗീകരിച്ചിട്ടില്ല. കാരണം ഹിന്ദു മതപ്രകാരം ബാന്ധവ മാനവ സർവേ സ്വദേശാ ഭുവനത്രയം ലോകോ സമസ്തോ സുഖിനോ ഭവന്തു. അങ്ങനെയാ. ലോകത്തിന് മുഴുവനും സുഖം ഉണ്ടാവട്ടെ. ലോകം മുഴുവനും തറവാടാണ്. അല്ലാതെ പാകിസ്ഥാൻ മോശം, ബംഗ്ലാദേശ് മോശം, ഇന്ത്യ നല്ലത്, സൗദി നല്ലത്, ഇന്ത്യ മോശം, അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഏത് നാടും. ഇപ്പൊ ഞാൻ പറയാം, ഒരു ഹോട്ടല്, ആ ഹോട്ടലിനെ പറ്റി നല്ല ഹോട്ടലാണെന്ന് പറയും. നല്ല ഹോട്ടലാന്ന് പറഞ്ഞാൽ നല്ല ടൈൽസ് ആണെന്ന് അർത്ഥം അല്ല, നല്ല മാർബിളാണ് അല്ല, നല്ല ബോർഡാണ് അല്ല, നല്ല ഭക്ഷണമാണ് അവിടെ ഉള്ളത് എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അവര് നല്ല വീടാണെന്ന് പറഞ്ഞാൽ, നല്ല വീട്ടുകാരാണെന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരെ കുറിച്ചാണ് ആ പറയുന്നത്. വീട് നല്ലതാണ് നമ്മൾ വേറെ അർത്ഥത്തിൽ പറയും. ഏതൊരു വീടും നല്ല മനുഷ്യന്മാരെ കുടുംബം നന്നാവും. ഏതൊരു ഹോട്ടലും നല്ല ഭക്ഷണം വെക്കുമ്പോൾ ആ ഹോട്ടൽ നന്നാവും. ആ ഹോട്ടൽ വൃത്തികെട്ടോലെ ഏറ്റെടുത്താൽ ആ ഹോട്ടലിൽ ആരും പോണ്ടാന്നും പറയും. അതുപോലെയാണ് രാജ്യവും. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നല്ലോണം കൊണ്ടുവരുന്ന രാജ്യം നല്ലതാണ്. സൗദി അറേബ്യ എന്നുള്ള രാജ്യത്തെ മനുഷ്യന്മാര് നല്ലോണം കൊണ്ടുവരുന്ന നല്ല രാജ്യമാണ്. ആ രാജ്യത്തെ വെടുപ്പില്ലാണ്ടാക്കിയാലോ ആ നാട്ടുകാരെ മോശം കൊണ്ട് ആ നാട് മോശമായി. എത്ര സിമ്പിളായ കാര്യമാണ്. ഇതിനൊക്കെയാണ് ആളുകൾ ഭയങ്കര പേരും പറയാൻ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആനയാണ്, ചേനയാണ്. ആയിക്കോട്ടെ, അതിനെന്താ? ഇന്ത്യ നല്ലതാണെന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ളവരെ കുതിര കയറുന്ന അതിൽ നിന്ന് എവിടുന്നാ കിട്ടുക? ഭാസ്കരേട്ടൻ നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അയാൾ ചീത്ത പറയണമെന്നാ? അങ്ങനെയാണോ? ലോകത്തെവിടെയും നല്ലതുണ്ട്, ചീത്തയുണ്ട്. നല്ല കാര്യമുണ്ട്, ചീത്ത കാര്യമുണ്ട്. ഈ നല്ലതിന് നല്ലത്, ചീത്തയെ ചീത്ത എന്ന് പറയാനുള്ള ഒരു മിനിമം ക്വാളിഫിക്കേഷൻ, ഒരു മിനിമം വിവരം നമ്മളൊക്കെ നേടിയെടുക്കണം. തമ്മിൽ തല്ലാനല്ല, കൊല്ലാനല്ല. നിനക്ക് ഇഷ്ടമുള്ള മതവിശ്വസിച്ചോ, പക്ഷേ നീ നാട്ടുകാരനാണ്, എന്റെ സഹോദരനാണ്. എടാ, ഞാനിത് വിശ്വസിക്കണില്ലേ? അതിന് എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഒരു ഉദാഹരണം പറയാം. മീശയും താടിയും വടിക്കാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, വെക്കാനും സ്വാതന്ത്ര്യമുണ്ട്. വെച്ചോന്റെ നേരെ കുതിര കയറി എന്താ വെക്കാത്തോന്റെ നേരെയും കുതിര കയറിക്കൂടെ? സുന്ദരമാണ്. ഞാൻ പറയുന്നത് താടി വെച്ചോനേക്കാളും വെക്കാത്തോനെതിരെ നമുക്ക് പലതും പറയാനുണ്ട്. കാരണം ബൈബിള് പ്രകാരം താടി വടിക്കൽ പാപമാണ്. വേദഗ്രന്ഥ പ്രകാരം താടി വടിക്കൽ പാപമാണ്. ആൺസിംഹത്തിന്റെ പൂടയാണ് അതിന്റെ സൗന്ദര്യം. ആൺസിംഹം അതിന്റെ പൂട വടിച്ചാൽ പിന്നെ ഒന്നിനും പറ്റൂലേ, അതിനെവിടെയും കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. ആണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത താടിയാണ്. ഗുരു നിത്യചൈതന്യയതി രവീന്ദ്രനാഥ ടാഗോർ ഒക്കെ താടി ഉണ്ടായിരുന്നു. മീശയും താടിയും പഠിച്ചാൽ നമുക്ക് ചോദിക്കും, ഒരു പർദ്ദയും കൂടി ഇട്ടാൽ കുഞ്ഞാമിന്റെ മാതിരി നിൽക്കും ചങ്ങായിജി എന്ന് മകനോട് പറയാം. അത്ര പോലും താടി വെച്ചവരോട് പറയാൻ പറ്റില്ല. താടി മഹത്വത്തിന്റെ അടയാളാണ്, താടി പക്വതയുടെ അടയാളാണ്. സാധാരണ മുസ്ലിങ്ങളും വലിയ താടിയൊക്കെ വെച്ചിട്ട് പലിശ കൊടുക്കുകയെ. അപ്പൊ താടി വെച്ചാൽ ഒന്നും പാടില്ല എന്നുള്ളൊരു ധ്വനി വരെ വന്നു കഴിഞ്ഞു. നേരച്ച് മീശയും താടിയും പഠിച്ചോണ്ട് സിനിമാ തിയേറ്ററിലും ക്യൂ നിൽക്കുക, കള്ളിഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുക, വേശ്യാലയ ഓനെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നും തിരിയില്ല. മനുഷ്യനെ തിരിച്ചറിയുന്നതിന്റെ താടിയിലൂടെയാണ് ആണിനെ. അതുണ്ടാവൊക്കെ മനസ്സിലാക്കുക. പിന്നെ ശാസ്ത്രീയമായി
താടി വെച്ച കുറെ ഗുണങ്ങളുണ്ട്. ഒന്ന്, മുഖക്കുരു ഉണ്ടാവില്ല. താടി വെച്ചവർക്ക് ഏറ്റവും കുറവാണ് മുഖക്കുരു. താടി ഇല്ലാത്തവർക്ക് എന്നും ബ്ലേഡ് കെട്ടിയിട്ട് റിയാക്ഷൻ ഉണ്ടാവും. ഉറപ്പല്ലേ? ആ ബ്ലേഡ് വാങ്ങിക്കാനുള്ള പൈസ നഷ്ടമാവും, അതിനുള്ള വിലപ്പെട്ട സമയവും പോവും. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ, ഒരുപാട് തീർന്നില്ല. വേറെ ഒരു പ്രശ്നം കൂടിയുണ്ട്. മുഖക്കോട്ടം എന്നൊരു അസുഖമുണ്ട് ലോകത്ത്, എല്ലാവർക്കും അറിയാം. പുരുഷന്മാരിൽ അത് കൂടും. എന്നാൽ താടി വെച്ച പുരുഷന്മാർക്ക് മുഖക്കോട്ടം എന്ന അസുഖം വളരെ കുറവാണ്. മനസ്സിലായോ? അതൊക്കെ മോഡേൺ സയൻസ്. അതുകൊണ്ടല്ല ഞങ്ങൾ താടി വെച്ച്, എല്ലാ പ്രവാചകന്മാരും താടി വെച്ചു. അതുകൊണ്ട് പുരുഷനെ താടി, വേറൊന്നുമില്ല. വേറെ തീവ്രവാദമോ ഭീകരവാദമോ ഒന്നും ഇതിനില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭീകരവാദികൾ താടി മീശയില്ലാത്തവരായിരുന്നു. അത് നിങ്ങൾ ഒന്നാമതായി മനസ്സിലാക്കിക്കൂടി. ഞാൻ പേര് വേണേ പറഞ്ഞുതരാം. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നവർക്ക് താടി മീശ ഉണ്ടായിരുന്നില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ സ്നേഹിച്ചവർക്ക് സമൃദ്ധമായ താടി ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നിങ്ങൾ അതിന്റെ പേരിൽ വർത്താനം പറയരുത്, തൃക്കരിപ്പൂരാർ പറയരുത്, ഇത് കേട്ടവർ പറയരുത്. കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, വായിക്കാൻ ശ്രമിക്കുക. ഒരു നല്ല വിദ്യാർത്ഥിയായിട്ട് വേദത്തിന്റെ മുമ്പിൽ ഇരുന്ന് പഠിക്കുക. അർജുന, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. വത്സ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. സംസാരകാരിണി ആയത് വിദ്യയും സംസാര നാശിനി ആയത് വിദ്യയും. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക് നീ. ശ്രീരാമൻ പറഞ്ഞാണ് ലക്ഷ്മണനോട്. എന്താ ഇതിനർത്ഥം? ലക്ഷ്മണ, അച്ഛനെ കൊല്ലും ആനയാക്കും ചേനയാക്കും എന്നൊന്നും പറയില്ലേ. അറിവുള്ളവർ അങ്ങനൊന്നും പറയില്ല. അറിവുള്ളവർ വളരെ ശാന്തരേ, അറിവുള്ള ആളുകൾ വളരെ ശാന്തരായിരിക്കും. പക്വതയായിരിക്കും അവരുടെ മുഖമുദ്ര. മനസ്സിലായോ? അല്ലാതെ നമ്മൾ പോരും ഞങ്ങളൊന്ന് ഉണർന്നാൽ ഞങ്ങൾ അടിച്ചു നിരത്തിക്കളയും എന്നൊക്കെ പറയുന്നത് വിവരക്കേടിന്റെ അടയാളാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾ ഉണർന്നപ്പോ കണ്ടോ ബാബരി മസ്ജിദ് പൊടിപൊടിയായി, ഇനി ഞങ്ങളാക്കും. അതിന് വിവരം വേണ്ട, വിവരക്കേട് കൈമുതലായാൽ മതി. പിന്നെ എത്ര നീട്ടുള്ള ഒരു നാക്കുണ്ടായാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഉണർന്നാൽ ക്ഷേത്രം ഞങ്ങൾ അടിച്ചു തകർക്കും എന്ന് പറയാൻ വിവരം വേണ്ട. ശരിക്കും വേണ്ടെന്ന് ഞങ്ങൾ ഉണർന്നാൽ ഇവിടൊക്കെ മനുഷ്യന്മാര് നന്നാവുന്നല്ലേ പറയണ്ടേ? ഞങ്ങൾ ഉണരുന്നതോടുകൂടി ഇവിടെ വർഗീയ കലാപം ഉണ്ടാവും പറയലാണോ പ്രസംഗം? അവരെയാണോ ഏറ്റിക്കിന്നെടുക്കേണ്ടത്? അതെല്ലാരും ചിന്തിക്കുക, അല്ലേ നാട് കുട്ടിച്ചോറാവും. ഞാൻ തുറന്നു പറയാൻ ഇന്ന് വരെ പേടിച്ചിട്ടില്ല ഒരാള് ഒഴികെ, ലോകത്തിന്റെ നാഥനെ. വലം യഖ്ശ ഇല്ലല്ലാഹ് അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. മനുഷ്യരെ ദൈവത്തിലേക്ക് ക്ഷണിക്കുമ്പോ ദൈവത്തെ അല്ലാതെ ഒരാളെയും പേടിക്കരുത്. 33-ാം അധ്യായം 39-ാമത്തെ വചനം, 9-ാം അധ്യായം 18-ാമത്തെ വചനം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും, നമുക്ക് നന്നാകാൻ ഒരുപാട് അധ്വാനമുണ്ട്. നമ്മൾ നന്നാകാനുള്ള വഴി യഥാർത്ഥ മതം പഠിക്കുക എന്നുള്ളതാണ്. ഒറിജിനൽ മതം നമ്മൾ പഠിക്കാൻ സന്നദ്ധരാകുക എന്നുള്ളതാണ്. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓരോ മതവിഭാഗവും ചുരുങ്ങിയത് അവരുടെ മതഗ്രന്ഥങ്ങളിലെങ്കിലും ഒരു സാമാന്യ പഠനം. ഹൈന്ദവ സഹോദരങ്ങളോട് ഞാൻ തീർത്തു പറയാൻ, നിങ്ങൾ മദ്രസ സംവിധാനമല്ല നിങ്ങൾക്ക്. ക്രിസ്ത്യാനികളെ പോലെ മതം പഠിക്കാൻ ഒരു വിഭാഗവും ഒന്നുമില്ല. അതുണ്ടാവണം. നിങ്ങൾക്കറിയാം, രാഹുൽ ഈശ്വർ ഹൈന്ദവ സമൂഹത്തെ പ്രതികരിക്കുന്ന കേരളത്തിലെ അറിയപ്പെട്ട യുവാവ്, സംവാദങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്ന രാഹുൽ ഈശ്വർ. ഈയിടെയായിട്ട് ഞാനൊരു രാഹുൽ ഈശ്വർ ഒരു പരിപാടി ഗാന്ധി പാർക്ക്, രാഹുൽ ഈശ്വർ ഒരു ക്ഷേത്രത്തിലെ പ്രസംഗങ്ങൾ നെറ്റിൽ നോക്കിയാൽ കാണാം. രാഹുൽ ഈശ്വർ നടിച്ചെടുത്താൽ കിട്ടും. രാഹുൽ ഈശ്വർ പറയാണ് 55% വരുന്ന ഹൈന്ദവരിൽ ആത്മഹത്യയുടെ തോത് 80%. അതിന് കാരണം അവർക്ക് കൃത്യമായിട്ട് മതം പഠിപ്പിക്കപ്പെടുന്നില്ല എന്നാണ് സത്യം. മാതൃഭൂമിയിലെ ആഴ്ചപ്പതിപ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് എന്ന ലേഖനം ആത്മഹത്യകളുടെ വേരുകൾ തേടി. ഹൈന്ദവരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. കാരണം എന്താ? ബലം നൽകുന്ന ഒരു ആശയമല്ല, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ പഠിപ്പിക്കപ്പെടുന്നില്ല. അത് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടതാണ്. ഈ സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഹൈന്ദവതയെ പറ്റി പറയുമ്പോ എന്താ, എനിക്ക് വർഗീയതല്ലാത്തതുകൊണ്ടാണ് പറയാൻ കഴിയുന്നത്. കാരണം കള്ളു കുടിക്കാത്ത മുസ്ലിങ്ങൾ ഉണ്ടാകണം, ഹിന്ദുക്കൾ കുടിച്ചു തൊലഞ്ഞോട്ടെ എന്നാണ് ഒരാൾ വിചാരിക്കുന്നെങ്കിൽ ഓൻ ഈ നാടിന് പറ്റൂല.
ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ കഴിഞ്ഞ മിനയാന്ന് ഉണ്ടായൊരു എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. ഒരു വണ്ടിക്കാരൻ ഫാമിലി ചെയ്ത് ഒരു ഹൈന്ദവനാണ്, നല്ല കുറിയൊക്കെ തൊട്ട് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവുകയാണ്. കാറിന്റെ ഹുണ്ടായി കമ്പനിയുടെ ഇപ്പോഴത്തെ ചെറിയ ഇയോൺ എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടല്ലോ, അത് ഓടിച്ചങ്ങനെ പോവുകയാണ്. അപ്പൊ അതിന്റെ ബാക്കിലെ ഡോറ് അടച്ചിട്ടില്ല, അതിങ്ങനെ കിട്ടുന്നില്ല. ഇയാൾ എന്താ ചെയ്യണേ, ഞാൻ ഓർണടിക്കുമ്പോ ഇയാൾ മത്സരിച്ചോടുകയാണ്. വീണ്ടും ഞാൻ ഓർണടിക്കുമ്പോ ഇയാള് 80 സ്പീഡ് പോവുകയാണ്. ഞാൻ ഓർണടിക്കണത് എന്തിനാണ്, നിങ്ങൾ ഡോർ അടച്ചിട്ടില്ല അറിയണ. അയാൾ വിചാരിക്കണേ ഞാൻ അയാളോട് മത്സരിക്കുകയാണ്. ഒരു 24 കിലോമീറ്റർ ഞാൻ അയാളെ പിന്നാലെ പോയി നോക്കി. അപ്പോഴും പിന്നെ പ്രായം ചെന്ന മനുഷ്യനാണെങ്കിലും ഭയങ്കര ചോരത്തിളപ്പ്. ബ്ലൈൻഡ് വർഷിപ്പ് ഓഫ് സ്പീഡ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തോ ആയിട്ടെ, ഡോർ അടിച്ചിട്ടില്ല എന്ന് പറയാൻ അയാളെ ജാതി മതം ആരും ഒരു 2 വീലർ ഇതുവഴി സൈഡ് സ്റ്റാൻഡ് തട്ടാതെ പോയാൽ RSS BJP ബജരംഗുള്ള ശിവസേനയാ നോക്കിയിട്ടാ ആ മനുഷ്യനെ സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല കേട്ടോ. സ്നേഹമാണ് അല്ലേ, സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ, സ്നേഹിക്കുണ്ണീ നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ഉണ്ടോ, സ്നേഹത്തിൽ നിന്നാണ് ലോകോദിക്കുന്നത്. സ്നേഹം കൊണ്ടാണ് ലോക അഭിവൃദ്ധി ഉണ്ടാവുക. സ്നേഹത്താൽ മനുഷ്യരൊന്നാകുക. സ്നേഹിക്ക ഉണ്ണീ നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെ, ദ്രോഹിക്കുന്നവരെ പോലും സ്നേഹിക്കാൻ, ഒന്നും ചെയ്യാത്തവരെ കൊന്നെടുക്കാനല്ല, നിരപരാധികളായ ഏതോ ചെറ്റക്കുടിലിൽ താമസിക്കുന്നവരെ ബോംബിട്ട് കൊല്ലാനല്ല. അല്ല, ഇത് ശരിയല്ല. അതുകൊണ്ടൊരു സമാധാന ലോകത്തിൽ ഉണ്ടാവില്ല. ഉണ്ടോ? ഇന്ത്യ രാജ്യത്ത് നടന്ന കലാപം മനുഷ്യർക്ക് സമാധാനം ഉണ്ടാക്കിയോ? ഇറാഖും ചെച്നിയയും കോസോവോയും ലബനാനും ഫലസ്തീനും ഗാസയും അതുപോലെ അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളും പാകിസ്ഥാന്റെ പ്രാന്തപ്രദേശങ്ങളും നമ്മുടെ നാട്ടിലെ ഭീവണ്ടിയും മുറീസയും മുറാദാബാദും ഹൈദരാബാദും ജാംഷഡ്പൂരും താജ് ഇന്റർനാഷണൽ അബ്രോൾ നഗരവും നരിമാൻ പ്ലേസും ബോംബെ കലാപവും ഗുജറാത്ത് കലാപവും ഉന്നാടും മാറാടും വീഞ്ഞും പൂന്തുറയും നമുക്ക് എന്ത് സമ്മാനിച്ചു? ഒരുപിടി ദുഃഖങ്ങളല്ലാതെ എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും സമാധാനം ഉണ്ടായില്ല. ശാന്തി ഉണ്ടായില്ല. സുരക്ഷിതത്വം ഉണ്ടായില്ല. ചുവന്ന തുണിയിട്ടവനെ കാണുമ്പോൾ ദേഷ്യം പിടിക്കുക, വെള്ള തുണിയിട്ടവനെ കാണുമ്പോൾ ചുവന്ന തുണിക്കാരനെ ദേഷ്യം പിടിക്കുക. ആരാ നമ്മളത് പഠിപ്പിച്ചത്? മനുഷ്യരെന്ന നിലക്ക് സൗഹൃദം പങ്കുവെക്കാനും അസ്സദാനം ചെയ്യാനും, എന്താ സുരേട്ടാ സുഖല്ലേ എന്ന് ചോദിക്കാനും, എന്താ ബഷീറെ സുഖല്ലടാ എന്ന് ചോദിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കിക്കൂടെ? പരസ്പരം ചിരിച്ചുകൂടെ? നല്ലോണം ജീവിച്ചുകൂടെ? എന്തിന് അസൂയ വെക്കണം? എന്തിന് വിരോധം ഉണ്ടാവണം? എന്തിന് മനുഷ്യരോട് ശത്രുത പുലർത്തണം? എന്തിനാണിത്? എന്താ ഇതിന്റെ നേട്ടം? ഞാൻ എന്റെ നാട് ഈ ഗോപാലൻകുട്ടി മാഷക്കെട്ടിട്ടുണ്ടാവും, കേസരിയുടെ പത്രാധിപർ എന്റെ അയൽവാസിയൻ. നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരേ സ്റ്റേജിൽ മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്. ഇസ്ലാമും അദ്ദേഹത്തിന്റെ ആശയവും 6 മണിക്കൂർ പെരിന്തൽമണ്ണയിൽ, അല്ലാതെയും പല സ്ഥലങ്ങളിലും. സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് മതസമൂഹം നന്നാകാൻ സമ്മതിച്ചില്ല? പിന്നെ നമ്മുടെ ഒരു പൊതുരീതി എന്താണ്? മുമ്പേ ഗമിച്ചീടിന ഗോവുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. മുന്നിൽ ഇങ്ങനെ പോണ പശുവിന്റെ പിന്നാലെ പോകുന്നല്ലാതെ ഇതൊക്കെ ശരിയാണോ? ഞാൻ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കി തരാം. നിങ്ങൾ ഒരു സ്കൂളിലെ അധ്യാപകൻ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കണം. ഇഷ്ടം കൊണ്ടാണ്, ആത്മാർത്ഥത കൊണ്ടാണ്. ചെമ്പരുത്തി പോവാന്ന് പറയരുത് കേട്ടോ. ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടാണ് ഓരോ ദിവസവും, ഒറ്റ ദിവസവും ഇവില്ലാതെ സംസാരിക്കുക. ഒറ്റ ദിവസവും ഇവില്ലാതെ. ഇന്നലെ 2 പ്രസംഗമാണ്, ഇന്നൊരു പ്രസംഗമാണ്, നാളെ 2 എണ്ണമാണ്. എന്തിനാ അത്? ഇലക്ഷനിൽ മത്സരിക്കണില്ല. ആരെയും ചതിച്ചിട്ടില്ല ഇന്ന് വരെ. ചതിക്കാൻ ഉദ്ദേശമില്ല. മനസ്സിലാക്കിയൊരു സത്യം ഒരു കാലത്തും വളച്ചു കെട്ടിയിട്ടില്ല. സത്യം പറഞ്ഞതിന്റെ പേരിൽ പുറത്തു നിൽക്കുന്നവരാ ഞങ്ങളുടെ പ്രസ്ഥാനത്തില്. സത്യം മാത്രം പറഞ്ഞതിന്റെ പേരിൽ, സത്യം പറയുമെന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ ചില നേതാക്കന്മാരുടെയും പണക്കാരുടെയും താല്പര്യത്തിനൊത്ത് നിൽക്കൂല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആൺകുട്ടികളായതിന്റെ പേരിൽ പുറത്തു നിർത്തിയവരാ. ഞാൻ ഇന്നലെ മട്ടന്നൂർ പ്രസംഗിച്ചു. ഒരാള് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ലീഗിനോട് ഇഷ്ടവും CPM-നോട് വെറുപ്പാണ്. അപ്പൊ ഞാൻ അയാളോട് പറയാൻ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മന്ത്രിനെ വിമർശിച്ചു എന്ന് KNM പുറത്താക്കിയെടുത്ത് നിൽക്കുക ഞാൻ. പിന്നല്ലേ ഞാൻ ലീഗിന്റെ ഇഷ്ടക്കാരനാവുക? ഞാൻ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം തെറ്റ് ചെയ്താലും ഞാൻ പറയാറുണ്ട്,
ലീഗുകാർ ശരി ചെയ്യുമ്പോൾ ഞാനത് പറയും ശരിയാണ്, തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണ്. RSS ശരി ചെയ്താൽ ശരിയാന്ന് പറയും, തെറ്റാന്ന് ചെയ്താൽ അത് നരേന്ദ്രമോദിന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് എന്റെ ഭാഷ അയാൾക്ക് തിരിയെങ്കിൽ അയാളോടും പറയും ഞാൻ. കാരണം ഞാൻ അവരാരെയും ചെലവിൽ ജീവിച്ചിട്ടില്ല, അങ്ങനെ ജീവിച്ച നമ്മൾ ആരുമില്ല ഇവിടെ. മഹാഭാരത യുദ്ധം നടക്കുകയാണ്. ഞാൻ ഹൈന്ദവരോട് പറയാൻ, സ്നേഹം കൊണ്ട് പറയാൻ, ഇതൊന്നും നിങ്ങൾക്ക് നിങ്ങളെ മതത്തിലെ ആളുകൾ ചിലപ്പോൾ പറഞ്ഞു തന്നോളുന്നില്ല. മഹാഭാരത യുദ്ധം നടക്കുമ്പോ അർജുനനോട് ദുര്യോധനൻ അമ്മയോട് ചോദിക്കുകയാണ്, ഗാന്ധാരിയോട്, അമ്മേ ഞങ്ങൾ ജയിക്കുവോ, നമ്മൾ ജയിക്കുവോ അമ്മേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഗാന്ധാരി പറഞ്ഞ വാക്ക് അതാ ഉമാഭാരതി പഠിക്കണ്ടേ, അതാ ശശികല ടീച്ചർ പഠിക്കണ്ടേ, ഗാന്ധാരിയിൽ നിന്നാ മതം പഠിക്കണ്ടേ. ഞാനിത് വെറുതെ പറയല്ല. എന്തുകൊണ്ട്? ഗാന്ധാരി പറഞ്ഞത് യദോ ധർമ്മസ്വതോ ജയ, വർഗീയത പറഞ്ഞല്ല അമ്മ, ആ അമ്മയിൽ നിന്നാണ് അമ്മ പാഠം ഉൾക്കൊള്ളേണ്ടത്. യദോ ധർമ്മസ്വതോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ എവിടെ ഹിന്ദു ഉണ്ടോ അവിടെ വിജയമുണ്ടെന്നല്ല, എവിടെ മുസ്ലിം ഉണ്ടോ അവിടെ വിജയമുണ്ടെന്നല്ല, എവിടെ ക്രിസ്ത്യാനി ഉണ്ടോ അവിടെ വിജയമുണ്ടെന്നല്ല, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. അങ്ങനെ പറയാൻ കഴിയുമോ നമുക്ക്? നമ്മുടെ ഹൈക്കോടതിയുടെ ആർച്ച് ശ്രദ്ധിച്ചിട്ടില്ലേ? വാർത്തകളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹൈക്കോടതി കാണിക്കുമ്പോ സത്യമേവ ജയതേ, എന്താ ഇതിനർത്ഥം? സത്യമേവ ജയതേ, സത്യമേ ജയിക്കാൻ പാടുള്ളൂ. ശരി, അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. RSS അല്ല ജയിക്കേണ്ടത്, CPM അല്ല ജയിക്കേണ്ടത്, PDP അല്ല ജയിക്കേണ്ടത്, SDPI അല്ല ജയിക്കേണ്ടത്, വെൽഫെയർ പാർട്ടി അല്ല ജയിക്കേണ്ടത്, സത്യവും ധർമ്മവുമാണ് ജയിക്കേണ്ടത് എന്നൊരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിക്കൂടെ? അതൊരു നല്ല മനസ്സിന്റെ പ്രത്യേകതയല്ലേ? നമുക്ക് ആരോഗ്യം ഉണ്ടാവും, നമുക്ക് നല്ലൊരു മനസ്സുണ്ടാവും, എല്ലാരെയും ഉൾക്കൊള്ളാൻ കഴിയും. മനുഷ്യരല്ലേ, പോട്ടെ, ഒരച്ഛന്റെ അമ്മയുടെയും മക്കൾ തന്നെ 5 തരക്കാരല്ലേ? അപ്പൊ വ്യത്യസ്ത അച്ഛനമ്മമാരുടെ വ്യത്യസ്ത സാഹചര്യത്തിൽ വരുന്നവർ അങ്ങനെയൊക്കെ ആവൂലേ? ആവാം. അപ്പൊ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. ദാ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഋഗ്വേദത്തിൽ അതില്ല, സാമവേദത്തിൽ അതില്ല, യജുർവേദത്തിൽ വിശ്വാസമില്ല. ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം, എതിർക്കുകയാണ് വിചാരിക്കരുത്. ഇപ്പൊ വിഷു ആയിരുന്നല്ലോ, ഇപ്പോ ആണല്ലോ. ഞാൻ മനസ്സ് തട്ടിയൊരു ചോദിച്ചോട്ടെ, വിഷു ആരംഭിക്കുന്നതിന് മുമ്പ് ഹൈന്ദവര് കുടിച്ച കള്ളിന്റെ കണക്കെടുത്താൽ താരതമ്യേന കുറവാണ്. വിഷുവിന്റെ അന്ന് കേരളത്തിൽ കുടിച്ച കള്ള്, അതായത് 20 ലക്ഷത്തിനാണ് വിഷുവിന്റെ തലേന്ന് കള്ള് ഷാപ്പിൽ കള്ള് വിറ്റതെങ്കിൽ വിഷുവിന്റെ അന്ന് 30 ലക്ഷത്തിനാണ്. അപ്പൊ എന്ത് മനസ്സിലായി? വിഷു കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, കുടിയന്മാരുണ്ടാക്കാനേ കഴിയൂന്ന്. പോയിന്റ് 1. പോയിന്റ് 2 വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്. വിഷു, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ, ഹൈന്ദവ സുഹൃത്തിന്റെ എന്റെ വീട്ടിലേക്ക് അയാൾ ക്ഷണിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ ദിവസം, ഈ വിഷു നടക്കുന്ന ദിവസം. അപ്പൊ അങ്ങോട്ട് കയറി ചെന്ന പൂവെന്ന് ഒറ്റ പൊട്ടല്. ഞാൻ തന്നെ ബേജാറായി, ഇതെന്താ പടച്ചോനിയത്? ആ വിഷു അല്ലേ എന്ന് അപ്പോഴാണ് ഓർ. ആ മനുഷ്യനെ പേടിപ്പിക്കല വിഷുവിന്റെ ഉന്നം. തൊട്ടിൽ കിടക്കുന്ന ചെറിയ കുട്ടികൾ രോഗിയായി ഇഞ്ചക്ഷനൊക്കെ ചെയ്തു കൊണ്ടുവന്ന് 3-ാം മാസത്തിൽ ഇഞ്ചക്ഷനൊക്കെ ചെയ്തു കൊണ്ടുവന്ന് കിടക്കുന്ന കുട്ടി പേടിച്ച് 2.5 മണിക്കൂർ കരയാൻ തുടങ്ങി. ഇത് ഇനി വേറൊരു പോയിന്റ് പറഞ്ഞു തരാൻ നിങ്ങൾക്ക്. ഹിന്ദു മതത്തിന് 5000 വർഷത്തിന്റെ പഴക്കമുണ്ട് എന്നാ പറയുന്നത് ചില ആളുകൾ. ചില ആളുകൾ 4000, ചില ആളുകൾ 3000, ചില ആളുകൾ 2000, ചില ആളുകൾ ഋഗ്വേദത്തിന്റെ പഴക്കം 1500. ശരി, ഞാൻ ചോദിക്കുന്നത്, പടക്കം കണ്ടെത്തിയിട്ട് എത്ര കൊല്ലായി? 200 കൊല്ലത്തിന്റെ താഴെ. അതായത് വെടിമരുന്ന് കണ്ടെത്തിയിട്ട് 200 കൊല്ലത്തിന്റെ താഴെ. 5000 വർഷത്തിന്റെ പഴക്കമുള്ള ഹിന്ദു മതത്തിൽ 200 കൊല്ലത്തിന്റെ താഴെ ആയിട്ടേ പടക്കം പൊട്ടാൻ. അപ്പൊ അതിനുമുമ്പ് ജീവിച്ച ഒറ്റ ഹിന്ദു ഇത് പൊട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. വെടി പൊട്ടിയുണ്ടോ പടക്കം പൊട്ടിയുണ്ടോ നാട് നന്നാകും. അങ്ങനെയാണ് തൃശ്ശൂരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ നന്നാകേണ്ടത്. തൃശ്ശൂർ പൂരത്തിന് പൊട്ടുന്ന കതിനക്ക് വല്ല അളവുണ്ടോ? കള്ളുടി നിൽക്കുവോ? ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് മതാണോ? ഓണത്തിന് പൊട്ടുന്നു, വിഷുവിന് പൊട്ടുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ചിലയിടത്ത് പൊട്ടിക്കുന്നു, പട്ടാമ്പി നേർച്ചക്ക് പൊട്ടുന്നു, കൊണ്ടോട്ടി നേർച്ചക്ക് പൊട്ടുന്നു. ഞങ്ങൾ പൊട്ടിക്കാറില്ല, മുജാഹിദുകൾ. കാരണം എന്താ? മതം ശരിക്ക് പഠിച്ചവരാണ്, പഠിക്കണം എന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് എന്ത് തെറ്റ് മുജാഹിദുകൾക്കുണ്ട് അപ്പ ചൂണ്ടിക്കാണിക്കേണ്ടവരാണ്. ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾക്കില്ല. ഇപ്പൊ മദ്രസ സമരവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ഒരു പ്രകടനം നടത്താൻ അഹമ്മദ് അലി മദനി മർഹൂം, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, ആ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞു 500 ആളെ തരണം തിരുവനന്തപുരത്ത് നിന്ന് പ്രകടനം നടത്താൻ. ഞങ്ങൾ അറിഞ്ഞു ഒരു കാരണവശാലും തരൂല. നിങ്ങൾ KJUവിന്റെ പണ്ഡിതനാണ്, KNMന്റെ നേതാവാണ്, AP അബ്ദുൽ ഖാദർ മൗലവി നയിക്കുന്ന പ്രസ്ഥാനമാണ്. പക്ഷേ ഈ റാലിക്കോ ബ്ലോക്കിനോ ജനങ്ങളെ കൂട്ടാൻ ഞങ്ങളും വഹിക്കൂല. കാരണം ഞങ്ങളുടെ നബി
അത് പാടില്ല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കൂല. അതാ കണ്ണിലെ കരടായത് ഞങ്ങള് മനസ്സിലാക്കണം. കാരണം മുജാഹിദ് പ്രസ്ഥാനം കുറ്റിപ്പുറം സമ്മേളനത്തിൽ പറഞ്ഞ എന്താ, റാലികൾ നിരോധിക്കണമെന്നാ. ശ്രീകൃഷ്ണ ജയന്തി, നബിദിന റാലിയും ഘോഷയാത്രകളും റോഡ് ബ്ലോക്ക് ചെയ്തുള്ള പ്രോഗ്രാമുകളും നിരോധിക്കണം എന്ന് പ്രമേയം അവതരിപ്പിച്ചവരാ നമ്മള്. കുറ്റിപ്പുറത്തെ പ്രമേയ പുസ്തകം എടുത്തു നോക്ക്. അതുകൊണ്ട് അത് ചെയ്യരുത് എന്നാണ് ഞങ്ങൾ അന്നൊന്നും പറയുന്നത്. ഞങ്ങൾ ഒന്നും കുറച്ചിട്ടില്ല, കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഇന്ന് വരെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്താ ചെയ്യാത്തത്? പ്രവാചകൻ പറഞ്ഞു പാടില്ല. ഇമാത്തത്തുല്ലദാനി ത്വരീഖ്, വഴിയിൽ നിന്ന് മാർഗ തടസ്സം നീക്കലാണ് മതം, അല്ലാതെ വഴി ബ്ലോക്ക് ചെയ്യലല്ല മതം. ഒരു ഉദാഹരണം ലളിതമായി പറയാം. ശ്രീകൃഷ്ണ ജയന്തി നടക്കുന്ന ദിവസം ശ്രീകൃഷ്ണൻ ഇവിടെ വന്നു എന്ന് വിചാരിക്കുക. ആദ്യമായിട്ട് അതിന്റെ മുന്നിൽ ഒരാളുടെ കോളർ അങ്ങോട്ട് പിടിക്കും. ഇജ്ജ് ആരാന്ന്? ഞാൻ കൃഷ്ണഭക്തനാ. എന്നാ ഒരു കാര്യം മനസ്സിലായി, ഞാനാ കൃഷ്ണൻ. ഈ പണിയർ നിർത്തിക്കളറിയും. മുഹമ്മദ് നബി നബിദിനം കൊണ്ടാടുന്ന ദിവസം വന്ന കാന്തപുരത്തിന്റെ കോളർ പിടിച്ച് കണ്ട് വലിക്കും. അന്റെ അനുയായികൾ അത് ഞാനാ മുഹമ്മദ് നബി, ഇത് തെറ്റാന്ന് പഠിപ്പിച്ച ആളാ ഞാൻ, നിർത്തിക്കളാറ്. മനസ്സിലായോ? അവരൊക്കെ തിരിച്ചു വന്നാൽ അത് പറയും. പക്ഷെ നമ്മൾ പഠിച്ച മതം അതല്ല. നമ്മൾ ജനങ്ങൾക്ക് ഉപദ്രവം ആ മതമായിട്ട് കണ്ട് അല്ല, ജനങ്ങൾക്ക് നന്മ മാത്രം ഉണ്ടാക്കുന്നുണ്ടോ അതാ മതം. അതിനാ സ്റ്റേജ് ഇട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ നിങ്ങൾക്കറിയാം, ചില പള്ളികളിൽ രാത്രി 12 വരെയൊക്കെ ഖുതുബിയത്ത് ഉണ്ടാവും. അയൽവാസിക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. എന്താ അത്? മത? അത് ചവിട്ട് നാടകം. അത് ഞാൻ താമസിക്കുന്ന മലപ്പുറം പിന്നെ പുത്തനത്താണിയില് അബ്ദുൽ ഖാദർ ജീലാനി എന്നൊക്കെ പറയുന്ന മാതിരി വിപ്ലവ. ഇത് മത? അത് എന്നിട്ട് അയൽവാസിയായ മാധവേട്ടന്റെ മകന് SLC പരീക്ഷ എഴുതാൻ കഴിയില്ല. ഒരു പ്രശ്നമില്ല അവിടെ. പിന്നെ വേറെ പ്രത്യേകത, ആ പള്ളിന്റെ പരിസരത്ത് ഒറ്റ സർക്കാർ ഉദ്യോഗസ്ഥനും ഇല്ല. അവർക്ക് ആവശ്യമില്ല. തിന്നാ മതി, കുടിച്ചാ മതി, നബിദിനം കൊണ്ടാടിയാ മതി, സലാത്ത് കൊണ്ടാടിയാ മതി. ഉസ്താദിന്റെ പള്ള ഇറക്കണം, വേറെ നാട്ടുകാരൊന്നാകൊന്നും വേണ്ട. ഞാൻ ക്ഷമിക്കണം ജനങ്ങളെ. ഇനിയെങ്കിലും ഒന്ന് നേരം വെളുക്കണം. ഇനിയെങ്കിലും ഈ പുരോഹിതന്മാർ ചൂഷണം ചെയ്യുന്ന തിരിച്ചറിയണം. മനസ്സിലായ ഞങ്ങള്? അതുകൊണ്ട് നമുക്ക് മതം പഠിക്കാം. മതത്തിൽ നിന്ന്, പ്രമാണങ്ങളിൽ നിന്ന്, പ്രവാചകന്മാരിൽ നിന്ന്. ലളിതമായ ഒരു ഉദാഹരണം, സതി സമ്പ്രദായം എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടല്ലോ. സതി സമ്പ്രദായം ഇതെങ്ങനെ ഉണ്ടായി? ഇത് മതം പഠിപ്പിച്ചതാ? ഋഗ്വേദം പഠിപ്പിച്ചതാ? സാമവേദം പഠിപ്പിച്ചതാ? അല്ല. പുരോഹിതന്മാരും അതായത് പുരുഷ മേധാവിത്വവും പുരോഹിതനും ഒന്നു ചേർന്ന് സ്ത്രീക്കെതിരെ ഉണ്ടാക്കിയ വൃത്തികെട്ടൊരു ഏർപ്പാടിന്റെ പേരാണ് സതി സമ്പ്രദായം. നിങ്ങൾക്കറിയാം, രാജാറാം മോഹൻ റോയ് വില്യം ബെന്റിക് പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് സതി സമ്പ്രദായം നിയമം മൂലം നിർത്തലാക്കി. എല്ലാവർക്കും അറിയാലോ, സതി സമ്പ്രദായം നിയമം മൂലം നിർത്തലാക്കിയത്. കാരണം രാജാറാം മോഹൻ റോയിയുടെ ബ്രദർ, ജ്യേഷ്ഠൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചിതയിൽ ചാടാൻ പറഞ്ഞു ആളുകൾ. രാജാറാം മോഹൻ റോയ് ശക്തമായി എതിർത്തു. അതിന്റെ ഒരു കാരണങ്ങൾ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഏത് കാലത്താണ് സതി സമ്പ്രദായം ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടായത്? ഈ അടുത്ത ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ രൂപ് കൻവർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ചിതയെ ചാടി മരിച്ചു. തെറ്റായ സമ്പ്രദായമാണത്. അതിങ്ങനെ പഠിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറയും. സതി സമ്പ്രദായം തുടങ്ങാനുള്ള കാരണം ഒരു ശ്ലോകം, സംസ്കൃതത്തിലെ ഒരു ശ്ലോകത്തിന് വ്യത്യാസം വരുത്തി. എന്താണെന്നറിയോ? ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് ജീവിക്കാം എന്നതായിരുന്നു നിയമം. കാരണം ഭർത്താവിന്റെ സ്വത്തിൽ, ഭർത്താവ് വിട്ടേച്ചു പോയ സ്വത്തിൽ ഭാര്യക്ക് പങ്കുണ്ട് എന്നായിരുന്നു അത്രയും നിയമം. അത് ഭാര്യക്ക് കിട്ടരുത്. കാരണം എന്താ? ഉദാഹരണം, ഞാൻ ഒരു ഹിന്ദു മതത്തിലെ അനുയായിയാണെങ്കിൽ ഞാൻ മരിക്കുന്നതോടുകൂടെ എന്റെ സ്വത്ത് ഭാര്യയുടെ കുടുംബത്തിലേ പോകും. ഭാര്യ യഥാർത്ഥത്തിൽ അന്യയാണല്ലോ. ഭർത്താവ് മരിക്കുന്നതിനോടുകൂടെ പിന്നെ വലിയ ബന്ധത്തില്ലേ അനു ആളുകൾക്ക്. അവിടെയാണ് മതം പറഞ്ഞത് ഭർത്താവിന്റെ സ്വത്തിൽ അവൾക്ക് പങ്കാളിത്തണ്ട്, അവൾ അനാഥയാകാൻ പാടില്ല, കഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? ഭാര്യ കുടുംബത്തിനെതിരെ ഭർത്തൃ കുടുംബത്തിലെ ചില ആളുകളുടെ കുരുട്ടുബുദ്ധി വർക്ക് ചെയ്തു. അപ്പൊ അത് മതമാണ് പഠിപ്പിക്കണമെന്ന് വരുത്തണം. അതിനവരെന്ത് ചെയ്തു? മതപുരോഹിതനെ കൈക്കൂലി കൊടുത്തിട്ട് ശ്ലോകത്തിൽ മാറ്റം വരുത്തി. എന്താ മാറ്റോ? അഗ്രേ തദ്ഗച്ഛതി ഭവതി, അതായിരുന്നു ശ്ലോകം. അഗ്രേ തദ്ഗച്ഛതി ഭവതി എന്ന് പറഞ്ഞ എന്താ? സ്ത്രീ ഭർത്താവ് മരിച്ചാലും ഗമിച്ചുകൊള്ളൂ, മുന്നോട്ട് പോയിക്കൊള്ളൂ, ജീവിച്ചുകൊള്ളൂ, ഒരു പ്രശ്നവും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അത് പുരോഹിതനെ എങ്ങനെയാക്കി മാറ്റി? കേട്ടോളൂ.
അഗ്രേ ത്വഗച്ഛതി ഭവതി എന്നുള്ളത് എങ്ങനെ മാറ്റി? അഗ്രേ ഗ്ര എന്ന അക്ഷരത്തിനെ മാറ്റിയിട്ട് അഗ്നേ തദ്ഗച്ഛതി ഭവതി, അഗ്നിയിലേക്ക് ചാടിക്കൊള്ളൂ പെണ്ണേ എന്ന് പറഞ്ഞു. ഭവതി അഗ്നിയിലേക്ക് ചാടിക്കൊള്ളൂ. ഉണ്ടോ? ഇതാ മതം ചെയ്തത്. ഏത് കാര്യം അങ്ങനെയാണ്. ഒരു ഉദാഹരണം കൂടെ പറയാം, ഇത് നിങ്ങൾക്ക് ക്ലിക്കായി. ശ്രീരാമനെ പറ്റി ഏറ്റവും മോശമായി രാമായണത്തിൽ ഒരു രംഗം കാണാം. അതെന്താ രംഗം? ഒരു ശൂദ്രനായ മനുഷ്യൻ, അയാള് ഭിക്ഷ യാചിച്ചുകൊണ്ട് ശ്രീരാമന്റെ അടുത്ത് വന്നു. ഉത്തര രാമായണം 3-ാം അധ്യായത്തിലാണതുള്ളത്, പരിശോധിക്കണം. അപ്പൊ വന്നപ്പോ ശ്രീരാമൻ പറയാനത്രേ, ശൂദ്രനോട് പറയാൻ, നിനക്ക് ഞാൻ തരില്ല, എന്റെ ധനം ബ്രാഹ്മണ ശ്രേഷ്ഠർക്കുള്ളതാണ്, നിനക്ക് ദാനം തന്നോണ്ട് കാര്യമല്ല, ബ്രാഹ്മണന് ദാനം ചെയ്താലേ എനിക്ക് ഐശ്വര്യം ഉണ്ടാവുന്ന ശ്രീരാമൻ പറഞ്ഞത്രേ. കണ്ടോ? അപ്പൊ ശ്രീരാമനെ സവർണ മേധാവിയായി അവതരിപ്പിച്ചു. ഇത് ശരിയല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? വാൽമീകി സൃഷ്ടിച്ച രാമനിൽ അത് ഉണ്ടാകാൻ തരില്ല. അതാ ഞാൻ പറഞ്ഞു വന്നത്, ഏത് മത സമൂഹത്തിലും ഈ വ്യതിയാനങ്ങളും മത നിഷേധ ചിന്തകളും കടന്നു വന്നിട്ടുണ്ട്. ഉത്തര രാമായണത്തിൽ തന്നെ ശ്രീരാമനെ തികഞ്ഞ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ വക്താവായി അവതരിപ്പിക്കുന്ന രംഗം കാണാം. അതായത് ശ്രീരാമന്റെ കാലഘട്ടത്തിൽ അകാല മരണം ഉണ്ടാകാൻ പാടില്ല, അകാല മരണം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഒരു ബ്രാഹ്മണ പുത്രൻ മരിച്ചു. ബ്രാഹ്മണപുത്രൻ മരിച്ചപ്പോ ബ്രാഹ്മണന്റെ ഈ പയ്യന്റെ അച്ഛൻ ശ്രീരാമന്റെ അടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ കുട്ടി മരിച്ചു. അപ്പൊ ശ്രീരാമൻ ചോദിക്കണം, അതിനെന്തെങ്കിലും കാരണമുണ്ടോ? വാട്ട് ഈസ് ദ റീസൺ? എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശംഭുകൻ എന്ന് പറയുന്ന ഒരു ശൂദ്രൻ എവിടെയോ തപസ് ആചരിക്കുന്നത് കൊണ്ടാണ് ഈ ബ്രാഹ്മണ കുട്ടി മരിക്കാൻ കാരണം. ഉത്തരരാമായണം 3-ാം അധ്യായത്തിൽ പറയാണ്, പുഷ്പക വിമാനത്തിലേറി ശ്രീരാമൻ ലോകം മുഴുവൻ സഞ്ചരിച്ചു. അങ്ങനെ അതാ ശംഭുകൻ എന്ന ബ്രാഹ്മണൻ തലകീഴായി തീവ്രമായ തപസ്സാചരിക്കുന്നു. ശംഭുകന്റെ തലയെറിഞ്ഞ് ബ്രാഹ്മണക്കുട്ടിയെ ജീവിപ്പിച്ച കഥയാണ് ഉത്തരരാമായണത്തിൽ. ഇതും ബ്രാഹ്മണ മേധാവിത്വം അരക്കെട്ടുറപ്പിക്കുക തിന്മയാണ്. ഒരിക്കലും രാമനെ ചെയ്യും നമ്മൾ വിചാരിക്കണില്ല. രാമൻ അങ്ങനെ ചെയ്ത ആളാണെന്ന് വരുത്തി ബ്രാഹ്മണർക്ക് ഇവിടെ സുഖെടുക്കണം, അതിനാണ്. അതുകൊണ്ട് മതസമൂഹം കൃത്യമായി മതം എന്താന്ന് പഠിക്കണം. അതിൽ ഞാൻ വളരെ ലളിതമായി, ഇസ്ലാം സമാധാനം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. സമർപ്പണം എന്നാണ് അതിന്റെ കൃത്യമായ മറ്റൊരർത്ഥം. സമർപ്പണം എന്ന് പറഞ്ഞാൽ ആരുടെ മുമ്പിലാണ് സമർപ്പണം? ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടിനാഥന്റെ മുമ്പിലാണ് സമർപ്പണം. ഈശ്വരന്റെ മുമ്പിലാണ് സമർപ്പണം. ദീനീലികന്റെ മുമ്പിലാണ് സമർപ്പണം. വിരാട് പുരുഷന്റെ മുമ്പിലാണ് സമർപ്പണം. അതാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ആ മേഖലയിലേക്കാണ് ഞാൻ നിങ്ങളെ ഒരൽപ്പം, വളരെ ഗൗരവമായി ഒരൽപ്പം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. വളരെ ഗൗരവമായി തന്നെ നോക്ക്. ലോകത്ത് മനുഷ്യർ ഒരുപാട് ആളുകളെ ആരാധിക്കുന്നുണ്ട്. കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്കബറകളും ജാരങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മാലാകമാരും ജിന്നുകളും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും തുളസിച്ചെടിയും ആൽത്തറയും ഒക്കെ ആരാധിക്കപ്പെടുന്നുണ്ട് ലോകത്ത്. ഇത് ശരിയാണോ? ഇത് ശരിയല്ല എന്ന് വേദഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടുണ്ട്? ഒരു ഉദാഹരണം. അന്തം തമഃ പ്രവിശന്തിയേ സംഭൂജ്യമുപാസതേ തദോ ഭൂയൈവദേ യഹു സംഭൂത്യാം ഹൃദഃ. ഈശാവാസ്യോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകമാണ്. ഉപനിഷത്തുക്കളിൽ ഈശാവാസ്യോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകമാണ്. എന്താ അത് പറയുന്നത്? ഹന്തം തമഃ പ്രതിശന്തിയേ സംപൂത്യമുപാസതി തതോ ഭൂയൈവദേ യഹു സംഭൂത്യാം ഹൃദഃ. അതായത് ദൈവേതര ശക്തികളെ
പിതൃമാനവാദികളെ, ഒന്നുകൂടെ ക്ലിയറായി പറയാം, ഈ മഹാപ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിച്ചു സംഹരിക്കുന്ന ലോകനാഥന്റെ സൃഷ്ടികളെ, ഏത് സൃഷ്ടിയാകട്ടെ, അതിനെ ആരാരാധിച്ചുവോ, ഭാസ്കരൻ ആരാധിച്ചാൽ, ശ്രീദേവി ആരാധിച്ചാൽ, മുഹമ്മദ് ആരാധിച്ചാൽ, ജോർജ് ആരാധിച്ചാൽ, അവൻ ഘോരാന്ധകാരമായ നരകത്തിലാണ് ചെന്ന് പതിക്കുക. നോക്കണം, വേദഗ്രന്ഥ പറയുന്നത്, ഉപനിഷത്താ പറയുന്നത്, സൂര്യനെ ആരാധിച്ചാൽ, ചന്ദ്രനെ ഉപാസിച്ചാൽ, നക്ഷത്രങ്ങളെ ഉപാസിച്ചാൽ, തുളസിച്ചെടിയെ ആരാധിച്ചാൽ, പാമ്പിനെ ആരാധിച്ചാൽ, പശുവിനെ ആരാധിച്ചാൽ മോക്ഷം കിട്ടുന്നല്ല, മോക്ഷം കിട്ടില്ല, നരകത്തു പോകും, ഘോരാന്ധകാരത്തിൽ പോകും എന്നാ പറയും. ഇനി ചിന്തിക്ക്, ഇവിടെ ഇത് ആർക്കെതിരുമല്ലത്. എന്റെ പ്രിയപ്പെട്ടവരെ, തൃക്കരിപ്പൂരിലെ സഹോദരങ്ങളെ, ഈ ആകാശം, 7 ആകാശം, 7 ആകാശം, 7 ഭൂമി, 7 ആകാശത്തെയും 7 ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സൗരയുഗങ്ങളെയും കാട്ടാറുകളെയും ആകാശത്തിന്റെ അനന്തതയെ വട്ടമിട്ട് പറക്കുന്ന പറവകളെയും ആഴിയിൽ നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങളെയും കാനനങ്ങളിൽ ഓടി നടക്കുന്ന സിംഹത്തെയും ആ സിംഹത്തിന്റെ ഗർജനം കേട്ട് ഓടിയൊളിക്കുന്ന മാൻപേടയെയും കാനനങ്ങളിലെ കോടാനുകോടി വൃക്ഷത്തെയും ആ വൃക്ഷത്തിലെ ചില്ലകളെയും ആ ചില്ലകളിലെ ഇലകളെയും ആ ഇല കൊഴിഞ്ഞു വീഴുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന സാക്ഷാൽ സർവേശ്വരൻ, അവനെയാണ് ആരാധിക്കേണ്ടത്. ഇപ്പൊ സൂര്യൻ സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗത. 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ. എത്ര? 15 കോടി കിലോമീറ്റർ അകലെ. പ്രകാശവേഗതയിൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശകിരണം ഭൂമിയോടെത്താൻ, ഭൂമിയെ ചുംബിക്കാൻ 8 മിനിറ്റ് വേണം. പ്രകാശവേഗത എന്താണെന്ന് അറിയുന്നവർക്കാണ് 8 മിനിറ്റ് വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ ദൈർഘ്യം അറിയാം. 13.5 ലക്ഷം ഭൂമി, 13 ലക്ഷം ഭൂമി, 13.5 ഭൂമിയല്ല, 13.5 ലക്ഷം ഭൂമി സൂര്യനിൽ കൊണ്ടുപോയി വെക്കാം. അഥവാ സൂര്യന്റെ വലുപ്പം ഭൂമിയുടെ 13.5 ലക്ഷം ഇരട്ടിയാണ്. അപ്പൊ സൂര്യന്റെ വലുപ്പം എത്രയാ? അത്ര വലിയ സൂര്യനെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ. മോഡേൺ സയൻസ് പറയാണ്, ആസ്ട്രോണമി പഠിച്ചിട്ടുള്ള ശാസ്ത്രകാരൻ പറയാണ്, സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുണ്ട് നക്ഷത്രങ്ങൾക്ക്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഏതെങ്കിലും ഒരാള് ഒരു നക്ഷത്രത്തെ ആരാധിച്ചു നീരിക്കുക, കുറച്ചു കൊല്ലം കഴിഞ്ഞാൽ മനസ്സിലായി അതിനേക്കാൾ വൈപുല്യമുള്ള മറ്റൊരു നക്ഷത്രമുണ്ട്. അപ്പൊ അങ്ങോട്ട് ചാടി. പിന്നെ 10 കൊല്ലം കഴിഞ്ഞാൽ വേറൊന്ന്. അതാണ് സൃഷ്ടി പൂജയിൽ ഒരു കുഴപ്പം. സായിബാബ മരിക്കുന്നവരെ ആരാധന, മരിച്ചാലോ? അമ്മ മരിക്കുന്നവരെ ആരാധന, മരിച്ചാലോ? എന്നിട്ട് ഭക്തന്മാര് ജീവിച്ചിരിക്കുക, ദൈവം മരിച്ചു പോവുക. ഇങ്ങനൊരവസ്ഥ മനുഷ്യരെ ദൈവവിശ്വാസത്തിൽ വരാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ ഇസ്ലാം, നോക്കേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു ആ ദിനം തിങ്കളാഴ്ച. അന്നേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നു, അതല്ല സർവശക്തനായ പ്രപഞ്ചനാഥനെയാണോ എങ്കിൽ ഹയ്യുൽ ലാ യമൂത്ത്, ആ ദൈവത്തിന് മരണമില്ല, ആ ദൈവത്തിന് മരണമില്ലാന്ന്. മനസ്സിലായോ? അപ്പൊ ഇസ്ലാം പറയുന്ന ദൈവത്തിന് ഒരിക്കൽ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് എന്റെ നാട്ടിലേക്ക് പോവല്ലോ. നാട്ടിൽ ഞാൻ അച്ഛൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ്, ബാലുശ്ശേരി അറിഞ്ഞോ നമ്മൾ അള്ളാഹു 8:30 മരിച്ച്. നഊദു ബില്ലാഹ്. അങ്ങനെ ഒരവസ്ഥ മുസ്ലിങ്ങൾക്കില്ല. എന്ത്? മുസ്ലിങ്ങളുടെ ദൈവത്തിന് മരണമല്ല. ബാക്കിയുള്ളവരൊക്കെ ദൈവം ചിലത് മരിച്ചു ഏതാണ്, ചിലത് മരിക്കാനിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മതവിശ്വാസ പ്രകാരം ദൈവത്തിന് മരണമില്ല. ചെങ്ങൈമാരെ, ലോകത്ത് വിഷ്ണു ഖുർആനിൽ ഒരു പ്രയോഗം നോക്കേ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. കണ്ടോ? അല്ലയോ അറേബ്യക്കാരെയാണല്ല, അല്ലയോ
പാശ്ചാത്യരെ, പൗരസ്യരെ, കറുത്തവരെ, വെളുത്തവരെ, യൂറോപ്യന്മാരെ, ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യരെ, ശൂദ്രരെ, പറയരെ, പൊലയരെ എന്നൊന്നല്ല. പിന്നെയോ അല്ലയോ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ദൈവത്തെ, ശേഷം വരാനിരിക്കുന്നവരുടെയും ദൈവത്തെ നിങ്ങൾ ആരാധിക്കൂ. ഇസ്ലാമിന്റെ പ്രയോഗം. സായിബാബ മരിച്ചു, ഇനി എന്ത് ചെയ്യും? സായിബാബ